എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർസ്. മോഡറേറ്റ് റിയാക്ടിവിറ്റി ഉള്ള സിങ്ക്, അയൺ, ടിന്ന്, ലെഡ് ഇതൊക്കെ എങ്ങനെയാണ് ഓക്സൈഡ്, സൾഫൈഡ്സ് ആൻഡ് കാർബണേറ്റ് അതിന്റെ ഓക്സൈഡ് ഫോമിലോ അല്ലെങ്കിൽ സൾഫൈഡിന്റെ ഫോമിലോ കാർബണേറ്റിന്റെ ഫോമിലോ ഒക്കെയാണ് കാണപ്പെടുന്നത്. ഓർസുകൾ ഏത് ഫോമിലാണ് ഇരിക്കുന്നത്? കാർബണേറ്റ്, ഓക്സൈഡ് അല്ലെങ്കിൽ സൾഫൈഡ് ഫോമിലാന്ന് പറഞ്ഞു. അതിൽ നിന്ന് നമുക്ക് സിങ്കിനെയും അതുപോലെ തന്നെ അയണിനെയും ടിന്നിനെയും ലെഡിനെയും ഒക്കെ വേർതിരിച്ചെടുക്കണം. അപ്പം അത് വേർതിരിച്ചെടുക്കുന്നത് 2 മെത്തേഡ് വഴിയാണ്. അപ്പൊ 2 മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡ്. പിന്നെ ഈ ഓക്സൈഡിനെ റിഡക്ഷൻ വഴി ഓക്സൈഡ് ആക്കിയാൽ നമ്മൾ റിഡക്ഷൻ മെത്തേഡ് വഴി ഈസി ആയിട്ട് മെറ്റലിനെ വേർതിരിച്ചെടുക്കും. അപ്പൊ ആദ്യത്തെ മെത്തേഡാണ് ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ എന്തായിട്ട് മാറ്റും? ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റും. അങ്ങനെ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റുന്നതിനും അതിനും പ്രധാനമായിട്ടും എന്താണ് 2 മെത്തേഡ്സുകളുണ്ട്. കാൽസിനേഷൻ എന്ന് പറയും, അതുപോലെ തന്നെ റോസ്റ്റിംഗ് എന്ന് പറയും കേട്ടോ. കാൽസിനേഷനും റോസ്റ്റിംഗും. കാൽസിനേഷൻ എന്ന് വെച്ചാൽ heating the concentrated ore into a limited quantities or absence of air at temperature below the melting point. ഇവിടെ ആബ്സെൻസ് ഓഫ് എയർ എന്ന് വെച്ചാൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡോ ആയിട്ടുള്ളവയാണ് ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മെറ്റൽ കാർബണേറ്റ്സ് ഓർ ഹൈഡ്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ദെയർ ഓക്സൈഡ്സ് ബൈ പ്രോസസ് കോൾഡ് കാൽസിനേഷൻ. ഇപ്പോൾ ഓക്സൈഡ് ഫോമിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്തിട്ട് എന്താണ് ഹീറ്റ് ചെയ്യുന്നത്? ആബ്സെൻസ് ഓഫ് എയർ ആണ്. നമ്മൾ ചൂടാക്കുന്നുണ്ട്. ചൂടാക്കി വെച്ചപ്പോൾ സിങ്ക് കാർബണേറ്റ് നമ്മൾ ചൂടാക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? സിങ്ക് കാർബണേറ്റിനെ ചൂടാക്കുമ്പോൾ എങ്ങനെയാണ്? അത് ആബ്സെൻസ് ഓഫ് എയർ ആണ്. ഇവിടെ എക്സാമ്പിൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാൽസ്യം കാർബണേറ്റ് അതിനെ നമ്മൾ ചൂടാക്കുന്നു, അത് ആബ്സെൻസ് ഓഫ് എയറിലാണ്. അപ്പൊ എന്തായിട്ട് മാറുന്നുണ്ട്? കാൽസ്യം കാർബണേറ്റിന്റെ ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറും. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ലിബറേറ്റ് ചെയ്യും. ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ എ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ് ഓർ ആബ്സെൻസ് ഓഫ് എയർ. സാന്ദ്രീകരിച്ച അയിരിനെ എങ്ങനെയാണ്? വായുവിന്റെ പരിമിതമായ അളവിലോ അല്ലെങ്കിൽ അസാന്നിധ്യത്തിലോ വളരെ ലോ ടെമ്പറേച്ചർ അപ്പൊ എന്തായിട്ട് മാറുന്നുണ്ട്? അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. കണ്ടില്ലേ? കാൽസ്യം കാർബണേറ്റിനെ ചൂടാക്കിയപ്പോൾ കാൽസ്യം ഓക്സൈഡ് ആക്കി മാറും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അവിടെ ലിബറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിങ്ക് കാർബണേറ്റ് എന്താ ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? സിങ്ക് ഓക്സൈഡ് ഇല്ലേ? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ എന്താണ്? ലിബറേറ്റ് ചെയ്യും. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് റോസ്റ്റിംഗ്. ഇവിടെ ഓർക്കേണ്ട കാര്യം വായുവിന്റെ പ്രസൻസിലാണ് കേട്ടോ. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ലോ മെൽറ്റിംഗ് പോയിന്റിൽ നമ്മൾ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചൂടാക്കുന്നത് സൾഫൈഡുകളാണ്. സൾഫൈഡ് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. എക്സാമ്പിൾ കണ്ടില്ലേ? നോക്കിയാൽ സിങ്ക് സൾഫൈഡ് എന്താണ്? ചൂടാക്കുന്നതാണ് അല്ലേ? ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്. അങ്ങോട്ട് വായുവിന്റെ പ്രസൻസിലാണ് അല്ലേ? അതായത് ഓക്സിജൻ സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. പിന്നെ സൾഫർ ഡൈ ഓക്സൈഡോടെ പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത നോക്കിയാൽ ലെഡ് സൾഫൈഡിനെ നമ്മൾ ഇതുപോലെ തന്നെ ഓക്സിജനുമായിട്ട് റിയാക്ട് അല്ലേ? ലെഡ് ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. സൾഫർ ഡൈ ഓക്സൈഡോ ലിബറേറ്റ് ചെയ്യും.